ബിന്നിയും അനുമോളും കൂടി ലീഫ് കൊണ്ട് മറച്ച ഗാർഡൻ ഏരിയയിലെ ഒരു ഇടത്തോട്ട് പോയി രണ്ടുപേരും ഇരുന്ന് കാര്യം പറയാണ്. അനുമോൾ പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം പറയണം, പിന്നെ ആദ്യം മൊത്തം കേൾക്കണം, എന്നിട്ട് എന്നെ എന്തെങ്കിലും പറയാവുള്ളൂ. എന്നെ വഴക്ക് പറയരുതെന്ന് പറയുമ്പം ബിന്നി പറയുന്നുണ്ട്, പറയേണ്ടതാണെങ്കിൽ പറയും, എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പറയണമെന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞു എന്ന് അനുമോൾ പറയുന്നുണ്ട്. ഞാനിന്നലെ കുറേ സമയം വെളിയിൽ കിടന്നു, അപ്പം കൊതുക് ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ച് ഞാൻ അകത്ത് പോയി കിടക്കാമെന്ന്. അപ്പം നൂറെ ഒറ്റയ്ക്കല്ലേ കിടക്കുന്നത്, അങ്ങനെ ഞാൻ അകത്ത് പോയി കിടന്നു. അന്നേരം ഷാനവാസക്ക പറഞ്ഞ് നൂറെ ഒറ്റയ്ക്കുള്ളതാണ്, ഷാനവാസക്ക അവിടെ കിടക്കുകയാണ്. അപ്പോൾ എനിക്കൊരു സമാധാനമായി, ഷാനവാസക്ക ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ അപ്പുറത്ത് കിടക്കാമെന്ന് വിചാരിച്ചപ്പോൾ ജിസേലും ആരും കൂടെ ഭയങ്കര മുറുമുറുവാന്നുള്ള സംസാരം. അപ്പോൾ അത് ഇറിറ്റേറ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് സമയം സോഫയിൽ പോയി കിടക്കാമെന്ന്. അങ്ങനെ ഞാൻ സോഫയിൽ വന്ന് കിടന്നു. സോഫയിൽ കിടന്ന് നല്ലതുപോലെ ഉറക്കം പിടിച്ചപ്പം അഭി വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. നീ എന്തിനാ ഇവിടെ കിടക്കുന്നത്, വാ 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 വന്നേ ഒരു കാര്യം പറയട്ടെന്നും പറഞ്ഞ് അഭി എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോയി. അനുമോൾ ഇടയ്ക്ക് പറയുകയാണ്, വഴക്കുണ്ടാക്കരുത് കേട്ടോ, ഞാൻ അത് ബോറാണടി, ഞാൻ പറയട്ടെ, വഴക്കുണ്ടാക്കരുത്. വിശക്കുമ്പം ഭക്ഷണം കഴിക്കുന്നത് തെറ്റല്ലല്ലോ, ഇന്നിപ്പം ഫ്രൈഡേ ആണ്. ബിന്നി പറയുന്നുണ്ട്, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാം, അത് തെറ്റല്ല. ഇന്നിപ്പോൾ ഫ്രൈഡേ ആണല്ലോ, ഇന്നിപ്പോൾ ഭക്ഷണം കിട്ടും, ഭക്ഷണം എല്ലാവർക്കും കിട്ടുകയും ചെയ്യും, ഇപ്പോൾ വരും ഭക്ഷണം. അപ്പോഴേ ഇവർക്ക് കോഫി വേണമെന്ന് പറഞ്ഞ് ഇവർ 6 പേർക്ക്. അന്നേരം ബിന്നി ചോദിക്കുന്നുണ്ട്, 6 പേര്, ആരൊക്കെയാ അത്? ഒനിൽ ചേട്ടൻ, സാബുമാൻ, അഭിലാഷ്, ഷാനവാസക്ക, അക്ബർ, എല്ലാവരുടെയും പേര് പറയുന്നുണ്ട്. അപ്പോൾ ബിന്നി പറയാണ്, നന്നായിരിക്കുന്നു, അത് നീ എങ്ങനെ ഇത് എടുത്തു കൊടുത്തത്? അത് ഞാൻ മുകളിൽ കയറി എടുത്തു കൊടുത്തത്. അപ്പം നീ എന്നോട് ചോദിക്കാതെ, ഞാൻ കിച്ചൺ ക്യാപ്റ്റനായിരുന്നോ, എന്നോട് ചോദിക്കണ്ടായിരുന്നോ? അത് ഇവർ ഭയങ്കരമായിട്ട് ക്ഷീണമായിട്ട് എല്ലാവരും കോഫി കുടിക്കാൻ വേണ്ടി വന്നിരുന്നു, ദാഹിച്ചിരുന്നേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി എടുത്തു കൊടുത്തതാണ്. അതൊരു പ്രാങ്ക് ആയിരുന്നെന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എങ്ങനെ പ്രാങ്ക് ആണെന്നത്? അതെങ്ങനെ പ്രാങ്ക് ആവാൻ പറ്റും? ഞാൻ എന്നോട് എന്താ പറഞ്ഞത്, എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് മാറ്റി വെച്ചത്. അപ്പോൾ ഇത്രയും പേർക്ക് മാത്രം കിട്ടിയപ്പോൾ അത് എല്ലാവർക്കും കിട്ടിയോ? ഇല്ലല്ലോ. അപ്പോൾ അത് പ്രാങ്കെന്ന് പറയാൻ പറ്റുമോ, പറഞ്ഞ് തള്ളാൻ പറ്റുമോ എന്ന് പിന്നെ ചോദിക്കുന്നുണ്ട്. അത് ക്യാപ്റ്റൻ അല്ലേ പറഞ്ഞേ, ക്യാപ്റ്റൻ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഒനിൽ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് അനുമോൾ പറയുന്നുണ്ട്. അങ്ങനെ രാവിലെ നടന്ന വഴക്കൊരു പ്രാങ്ക് മാത്രമായിരുന്നെന്ന് അനുമോൾ പിന്നീട് പറയുകയാണ്.